കപ്പിൾ കൗൺസിലിംഗ് ആയിരുന്നു ചർച്ച ചെയ്തിരുന്നത്. അതിന് മുമ്പ് ഫാമിലി കൗൺസിലിംഗ്, ഗ്രീഫ് കൗൺസിലിംഗ് ഒക്കെ ചർച്ച ചെയ്തിരുന്നു. ഇന്ന് നമുക്ക് ഫാമിലി കൗൺസിലിങ്ങും കപ്പിൾ കൗൺസിലിംഗും ഒക്കെ ഏറെക്കുറെ നമുക്ക് ഒരുപോലെ തന്നെയാണ്. എങ്കിൽ പോലും ഇൻഡിവിജ്വലായിട്ട് പിന്നെ മക്കളെ ഉൾപ്പെടുത്താതെ ചെയ്യുമ്പോൾ അത് കപ്പിൾ കൗൺസിലിംഗ് ആണ്. പിന്നെ അത് മാത്രമല്ല, ഇനി ഫാമിലി ഉള്ളവർ, കുടുംബങ്ങളുള്ളവരൊക്കെ ആണ്, മക്കളൊക്കെ ഉള്ളവരാണെങ്കിലും അവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, കപ്പിൾ കൗൺസിലിംഗ് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ തന്നെ നിങ്ങളെ മാർക്കറ്റ് ചെയ്യണം. നിങ്ങൾക്കൊരു വിലയിടണം. ഓക്കെ, ക്വാളിഫിക്കേഷൻ കൂടുന്നതിനനുസരിച്ച് ആ വിലയുടെ ക്വാളിറ്റി കൂടും, വാല്യൂ കൂടും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് ഒരു 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 എന്താണ് ആരംഭ പ്രശ്നം ഉണ്ടാവും പലർക്കും. എന്തായാലും പറയാം, പിന്നെ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ വയോജനങ്ങൾ ഉണ്ടാവുമല്ലോ, ഇഷ്ടംപോലെ വയോജനങ്ങൾ, വൃദ്ധരായ ആളുകൾ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വാർഡ് അടിസ്ഥാനത്തിലൊക്കെ നല്ല ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഇഷ്ടംപോലെ സാഹചര്യങ്ങളുണ്ടാവും. വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ സംഘടിപ്പിക്കാം, വാർഡ് മെമ്പറോട് പറയാം, അല്ലെങ്കിൽ പഞ്ചായത്തിൽ പോയി പറയാം. അപ്പോൾ എനിക്കിങ്ങനെ ഞാനിങ്ങനെ കൗൺസിലിംഗ് കഴിഞ്ഞ ആളാണ്, ഡിപ്ലോമ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കൺവെൻഷൻ സമയങ്ങളിൽ അല്ലെങ്കിൽ മീറ്റിംഗ് സമയങ്ങളിലൊക്കെ വയോജനങ്ങളെ ഒന്ന് ഹാപ്പിയാക്കാൻ, അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് സെഷൻ കൊടുക്കാൻ എനിക്ക് കഴിയും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊന്ന് CV ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ നിങ്ങളെ ബന്ധപ്പെടും. എന്നിട്ട് അത്യാവശ്യം നിങ്ങൾക്ക് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ ക്ലാസ് ഫീൽഡിലേക്ക് കാര്യമായി ഇറങ്ങാത്ത ആളുകൾക്കൊക്കെ അത് ഉപയോഗപ്പെടുത്താം. അങ്ങനെയൊക്കെ കാര്യങ്ങൾ, അവസരങ്ങൾ പരമാവധി നമ്മൾ കണ്ടെത്തണം. ഇടയ്ക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് ടീച്ചേഴ്സിന് അല്ലെങ്കിൽ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കാമെന്നൊക്കെ പറയാം. അപ്പോൾ അവർ നമ്മളെ വിളിച്ചോളും. ഓക്കെ, അങ്ങനെ കുറച്ച് ക്ലാസ്സുകളൊക്കെ എടുക്കും. നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം, ഫേസ്ബുക്കിലിടാം. അങ്ങനെ നിങ്ങൾ തന്നെ നിങ്ങളെ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മാർക്കറ്റ് വാല്യൂ വരും. ആ വാല്യൂ, നിങ്ങളെന്താണോ എമൗണ്ട് നിങ്ങളുടെ വാല്യൂവിന് കണക്കാക്കുന്നത്, നിങ്ങൾക്ക് ഉള്ള വില കണക്കാക്കുന്നത്, അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്തായാം വാല്യൂ കൂട്ടാം. ചിലർക്ക് ഒരു സെഷൻ ക്ലാസ് എടുക്കാൻ 4 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും. അതേ എഫക്റ്റിൽ തന്നെ ക്ലാസ് എടുക്കാൻ ചിലർക്ക് 50,000 കൊടുത്താൽ മതിയാവും, ചിലർക്ക് 5,000 കൊടുത്താൽ മതിയാവും. ഓക്കെ, അത് നമ്മളെ തന്നെ വിലയിടുന്നതിനനുസരിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ പേയ്മെൻ്റ് ഒന്നും അല്ല പ്രധാനം. നിങ്ങൾക്ക് ക്ലാസ് ആണ്, എക്സ്പീരിയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത്തരം കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് പരമാവധി അവസരങ്ങൾ ഉണ്ടാക്കി നല്ല എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാനും അവർക്ക് നല്ല ക്ലാസ് കൊടുക്കാനൊക്കെ. ചെറിയ കുട്ടികൾക്ക് വേണമെങ്കിൽ ഈ കൗൺസിലിംഗ് ക്ലാസ്സുകൾ, ട്രെയിനിങ് ക്ലാസ്സുകൾ, കൗൺസിലിംഗ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പ്, ഒരു എന്താണ് റൂമൊക്കെ ഇട്ട് ഒരു കൗൺസിലിംഗ് സെൻറ്റർ തുടങ്ങാനുള്ളതിന് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് പോരാ, ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് പോരാ. അതിൻ്റെ കൂടെ നമുക്ക് ഡിഗ്രിയും PG ഒക്കെ ഉണ്ടെങ്കിൽ അത് വാല്യൂ ആണ് കുറച്ചും കൂടി. പക്ഷേ എങ്കിൽ പോലും നിങ്ങൾക്ക് കുട്ടികളെ സംഘടിപ്പിച്ചിട്ട് കുട്ടികൾക്ക് ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾ സെൻറ്റർ ഇട്ടെന്ന് കരുതിയിട്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല ആരും. നിങ്ങൾക്കൊരു ക്വാളിഫൈഡ് ആയ, നിങ്ങൾക്ക് അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ പോലും അതിന് കുറച്ചും കൂടി കൂടുതൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായാൽ അതിനൊന്നുകൂടി വാല്യൂ ഉണ്ടാവും. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഫീൽഡിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഇതൊരു കരിയറായിട്ട് എടുക്കണമെന്ന് കൊണ്ടുപോകാനെന്നും ആഗ്രഹിക്കുന്നവർക്ക് അവസരങ്ങൾ അനവധിയാണ്. ഓക്കെ, അത് നമ്മൾ തന്നെ ഇഷ്ടംപോലെ അവസരങ്ങൾ നമുക്ക് കണ്ടെത്താം. ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ, ഇപ്പോൾ കുടുംബ സംഗമങ്ങളിലൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഒരു പബ്ലിസിറ്റി കൊടുക്കുക. അപ്പോൾ നിങ്ങളെ ചിലപ്പോൾ കുടുംബ സംഗമങ്ങളിൽ ക്ലാസ് എടുക്കാൻ വിളിക്കും, ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ ക്ലാസ് എടുക്കാൻ വിളിച്ച്, അങ്ങനെ ചെറിയ ചെറിയ പ്രോഗ്രാമൊക്കെ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് വരും. അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു പബ്ലിക് ഫിയർ മാറിക്കിട്ടും. നിങ്ങളുടെ ആശയങ്ങൾ കേൾക്കാൻ ആളുകൾക്ക് താല്പര്യമുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുമ്പോൾ, നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ, നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് വരും, സെൽഫ് എസ്റ്റീം വരും. ഓക്കെ, അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫീൽഡ് കണ്ടെത്താം. ഓക്കെ, ഇതിന് പരസ്പരം നിങ്ങൾ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞതല്ലോ, നിങ്ങൾ തമ്മിൽ പരസ്പരം ബന്ധങ്ങളുണ്ടെങ്കിൽ, കണക്ഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരാളെ വേണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെ ഇതേപോലെയുള്ളവരെ വിളിക്കാം, അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം, ക്ലാസ്സുകൾ കൊടുക്കാം. അങ്ങനെ ഒരു നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ പ്രോഗ്രാമുകൾക്കൊക്കെ സംഘടിപ്പിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, റെഡി? എല്ലാവരും മൈക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നവരൊന്ന് ഓൺ ചെയ്തേ. എല്ലാവരും മൈക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നവരൊന്ന് ഓൺ ചെയ്തേ. മൈക്കല്ല, വീഡിയോ.
ഓക്കെ ഓക്കെ. സബിത ഓക്കെ. ദുലേഖ, മഞ്ജു, നസീഹ ഓക്കെ. ഇനിയിപ്പോൾ ആരാ വരാനുള്ളത്? അസീന, മഞ്ജു, ജയലക്ഷ്മി, വിജയ, ജലജ, വിസ്മിത് ഓക്കെ. നിസിവാസൻ ഓക്കെ. ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ട, നിർബന്ധിക്കുന്നില്ല. അല്ലാത്തവരൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് ഇങ്ങനെ വീഡിയോ ഓൺ ചെയ്യുമ്പോഴാണല്ലോ ഇതൊരു ക്ലാസിൻ്റെ ഫീലിംഗ് വരിക. അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങുകയാണോ എന്നൊക്കെ നമുക്ക് സംശയം വന്നു പോകും. ഓക്കെ, ജലജ ഓൺ ചെയ്തു. പിന്നെ ഇനിയിപ്പോൾ 2 പേര് 3 പേരാണ് ഓൺ ചെയ്യാനുള്ളത്. ഓക്കെ, ബുദ്ധിമുട്ടില്ലെങ്കിൽ ഓൺ ചെയ്യാം. ഓക്കെ, കുഴപ്പമില്ല. എന്താണ് ഷോപ്പ്? ഓക്കെ ഓക്കെ ഓക്കെ. നിസീവർത്തൻ പുറത്താണ്. ഓക്കെ. ആരാണ്? മഞ്ജു. എന്താ പറ്റി? ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, എനിവേ എന്തായാലും എല്ലാവരെയും ഒന്ന് കാണാൻ പറ്റിയതിൽ സന്തോഷം. സാധാരണ കാണാറില്ലല്ലോ. നിങ്ങൾ എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ ഓൺ ചെയ്തിട്ടാണ് ഇരിക്കാറുള്ളത്? ആണോ? അതെ. ഒരു 4 ആളെപ്പോഴും, അല്ലെങ്കിൽ ഒരു 3 ആളെങ്കിലും എപ്പോഴും ഓൺ ആക്കിയാലേ ക്ലാസ് എടുക്കുന്നവർക്ക് സന്തോഷമാണ്. കാരണം ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ട് എന്നുള്ളൊരു ഒരു ഒരു ഫീലിംഗ് വരുമല്ലോ. നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾക്ക് തോന്നാണ് കാണുന്നില്ല എന്ന്. ആശിക്ക്. ആ, ഷോപ്പ് കണ്ടു, ഷോപ്പ് കണ്ടു. ഓക്കെ. സ്വന്തം പരിപാടിയാണോ? വെരി ഗുഡ്. വളരെ സന്തോഷം. സന്തോഷം സന്തോഷം. ഓക്കെ, അപ്പൊ തുടങ്ങാലോ അല്ലേ? എത്ര മണി വരെ ഉണ്ടാവും? വീടിനോട് ചേർന്ന്? അല്ല അല്ല. ഓക്കെ ഓക്കെ. എനിവേ സന്തോഷം. പിന്നെ നമ്മളിപ്പോ ഇന്ന് ചർച്ച ചെയ്യുന്ന എല്ലാവരും ഒന്ന് mic mute ചെയ്തോളൂ. ഓക്കെ ഓക്കെ ഓക്കെ. ആരാന്ന് മ്യൂട്ട് ചെയ്യാനുണ്ട്? ഓക്കെ. സുകന്യ മോളാണോ? ആ. ആഹാ, എന്താണ് പരിപാടി? അടിപൊളി. എന്താ പേരെന്താണ്? ഓ, very good. ഓക്കെ. ടാറ്റ ടാറ്റ. ഓക്കെ, നമുക്ക് തുടങ്ങാം അല്ലേ? എന്താ ക്ലിയർ ആണില്ല. വേറെ ഏതാണ്? കൃഷ്ണാഞ്ച മകൻ അല്ലേ? മോനാണോ? മോളാണോ? ക്ലിയർ ആവുന്നില്ല, വീഡിയോ ക്ലിയർ ആവുന്നില്ല. ഓയ്, എന്താണ്? ഉം, ഓക്കെ ഓക്കെ. അമ്മയാണല്ലേ? ഹസ്ബൻഡ് അമ്മയാ? നിങ്ങളത് പറഞ്ഞു തന്നല്ലോ. നിങ്ങൾ പറഞ്ഞു തന്നു. ആ ഓക്കെ. ഇനി എന്തായാലും എല്ലാവരും കാണാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇന്ന് പിന്നെ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ആണ് ചർച്ച ചെയ്യാൻ. ഓക്കെ. ഇതില് നിങ്ങളുടെ കൂട്ടത്തിൽ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യണം. പ്രീമാരിറ്റൽ കൗൺസിലിംഗിന് അറ്റൻഡ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? മുമ്പ് മുൻപ് കാലത്ത് എപ്പോഴെങ്കിലും പ്രീമാരിറ്റൽ കൗൺസിലിംഗിന് അറ്റൻഡ് ചെയ്തവരുണ്ടോ?
കോഴ്സ്. അതെ അതെ. പള്ളിയില് അല്ലേ, പള്ളിയിലുണ്ടാകുന്നതല്ലേ, പള്ളിയിലുണ്ടാകുന്നതല്ലേ വിവാഹത്തിന് മുമ്പ് നിർബന്ധമായിട്ട് പങ്കെടുക്കുന്നതാണ്. യെസ്. നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തത് കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഗുണം കിട്ടിയതായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തീർച്ചയായും. ഉം, 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 ഉം. വളരെ എഫക്റ്റീവ് ആയിരുന്നു അല്ലേ? വേറെ ആരെങ്കിലും? ആ. ഉം, ഉം. ഇപ്പൊ എന്താ, പിന്നെ എല്ലാ വിഭാഗങ്ങളിലും ഇപ്പോൾ ഇത് കമ്പൽസറി ആയിട്ടുണ്ട്. നല്ലതാണ്, വളരെ നല്ല. നമുക്ക് ഇന്നത്തെ സെഷൻ വളരെ ഇന്നത്തെ നമ്മുടെ സെഷൻ പിന്നെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഓക്കെ. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഇന്ന് പല കമ്മിറ്റി, പല മതസംഘടനകൾക്കും പിന്നെ മതവിഭാഗങ്ങൾക്ക്, പള്ളി കമ്മിറ്റിക്കാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ആർക്കാണെങ്കിലും ഈ പലർക്കും ഈ പ്രിമാരിറ്റൽ കൗൺസിലിംഗ് അല്ല, പ്രിമാരിറ്റൽ കോഴ്സ് അറ്റൻഡ് ചെയ്ത സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് പിന്നെ വിവാഹത്തിനുള്ള എന്താണ് കാര്യങ്ങൾ, അതായത് കമ്മിറ്റിക്കാർക്ക് ചെയ്തു കൊടുക്കുന്നത്. നല്ല കാര്യമാണ്, വളരെ നല്ലത്. കമ്പൽസറി ആയിട്ട് വെക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അതുണ്ടാവുമ്പോൾ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഇപ്പോൾ വ്യാപകമായിട്ടുണ്ട്, നന്നായിട്ട് തന്നെ ഉണ്ട്. പിന്നെ കൃത്യമായിട്ട് തന്നെ കോഴ്സായിട്ട് തന്നെ നടത്തി അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടൊക്കെയാണ് പിന്നെ വിവാഹം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നതും കമ്മിറ്റി അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതൊക്കെ. ഓക്കെ. ഇനി എന്തായാലും വളരെ എഫക്റ്റീവാണ്. പ്രത്യേകിച്ച് 18 വയസ്സ് എന്നൊക്കെ പറയുന്ന ഒരു പ്രായം, അല്ലെങ്കിൽ 19-20 വയസ്സെന്നൊക്കെ പറയുന്ന ഒരു പ്രായം പെൺകുട്ടികൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ തിരിച്ചറിയാനൊന്നും കഴിയുന്നൊരു പ്രായമല്ല. ആൺകുട്ടികളുടെ ഒരു പ്രായം, കല്യാണ പ്രായം എന്ന് പറയുന്നത് 24, 25, 26, 27 വയസ്സാണെങ്കിൽ പോലും ഒരു പിന്നെ ഒരു വിവാഹത്തിലേക്ക് വരുമ്പോൾ അതുവരെ ഒറ്റയ്ക്ക് ജീവിച്ച്, പ്രത്യേകിച്ച് ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ പാറി പാറി നടന്ന് ഫുള്ള് ഹാപ്പിയായി, തോന്നുന്ന സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി, തോന്നുന്ന സമയത്ത് വീട്ടിലേക്ക് വരുന്നു, ആരും ചോദിക്കാനില്ല. ട്രിപ്പ് പോകാൻ താല്പര്യം ഇഷ്ടമുള്ളിടത്തേക്ക് ട്രിപ്പ് പോവാം, ക്യാഷ് ഉണ്ടായാൽ മാത്രം മതി, ആരും പിന്നെ തടഞ്ഞു വെക്കൂല. പിന്നെ പെൺകുട്ടികളാണെങ്കിലും ഏറെക്കുറെയൊക്കെ ഒരു ഹാപ്പി ലൈഫ് ഇങ്ങനെ നയിച്ച് ഫുള്ളിങ്ങനെ പോകുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ബന്ധനം വരിക അല്ലേ. ഈ ബന്ധനത്തിന് മുമ്പ് അതോടുകൂടി അതുവരെ ഉണ്ടാക്കിയ പല കാര്യങ്ങളും ചിലപ്പം ഒന്നാകുന്ന സമയത്ത് അപ്രതീക്ഷിതമായ രീതിയിലുള്ള ഒരു പിന്നെ ലൈഫ് പാറ്റേണിലേക്കായിരിക്കും മാറുക. അപ്പോൾ അത് പലരിലും പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ഇതൊക്കെ പ്രതീക്ഷിച്ച കാര്യങ്ങളാണ്, അറിയുന്ന കാര്യങ്ങളാണ് എന്നൊരു രീതിയിലാണ് പോകുന്നതെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഒരു കൃത്യമായിട്ടൊരു ധാരണയോട് കൂടിയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. മാത്രമല്ല, എന്തായാലും വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പലപ്പോഴായിട്ടും സൗന്ദര്യ പിണക്കങ്ങളും അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും ഉണ്ടാവും, അതില്ലാത്തവർ ഉണ്ടാവില്ല. അപ്പം അത്തരം സാഹചര്യങ്ങളിലൊക്കെ എങ്ങനെ ഇതിനെ റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, എങ്ങനെ ഇതിനെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും, എങ്ങനെ പൊട്ടിത്തെറിയിലേക്ക് എത്താതെ അതിനെ എന്താണ് ഒരു ഒരു നിഷ്പക്ഷ അല്ല ഒരു എന്താണ് ഒരു ഒരു ആവറേജ് ലെവലിൽ, പ്രശ്നങ്ങളിൽ കൂടുതലേക്ക് പോകാതെ ഒരു ആവറേജ് ലെവലിലേക്ക് എങ്ങനെ റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, കോപ്പപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് എന്തായാലും പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്തിനാണ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്
ആർക്കാണ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, എന്തൊക്കെയാണ് അതിൻ്റെ ഉപകാരങ്ങൾ, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, ഒന്നാമത്തെ കാര്യം വിവാഹം കഴിക്കുക. നമ്മൾ പറഞ്ഞല്ലോ, ചിലപ്പോൾ ഈ പ്രണയ വിവാഹങ്ങൾ അല്ലെങ്കിൽ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ, പ്രത്യേകിച്ച് പ്രണയ വിവാഹങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, പലപ്പോഴും വിവാഹത്തിന് ശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നോർമലി പലപ്പോഴും ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്, സ്ത്രീകൾക്ക് പറയുന്നൊരു പ്രശ്നമാണ് പരിഗണിക്കുന്നില്ല എന്ന കാര്യം. അല്ലേ? ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ സ്ത്രീകൾ അഭിപ്രായം പറയണം. ശരിയാണ്, തെറ്റാണ്? പരിഗണന കുറവാണെന്ന് പറയും. ഓക്കെ, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ പ്രണയം, പിന്നെ പ്രണയ സമയങ്ങളിൽ സ്വാഭാവികമായിട്ടും രണ്ടുപേരും ഒരു സ്വപ്ന ലോകത്താണ് കൂടുതൽ സമയങ്ങളിലും. അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് സ്വപ്നങ്ങളും ഒക്കെ ആയിട്ടാണ് ലൈഫിലേക്ക് വരിക. റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ പലതും അപ്രതീക്ഷിതമായ കാര്യങ്ങളായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കുറച്ചും കൂടി കൂടുതൽ എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ പരിഗണിക്കുന്നില്ല, കാണുന്നില്ല, സംസാരിക്കുന്നില്ല, പഴയ സ്നേഹമില്ല, വിവാഹ ദിനം ഓർമ്മയില്ല, അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ടാവും. ആ അതന്നെ. ആ സമയത്ത് ഇക്കാരം എന്തായാലും മഞ്ഞാര കൂടുതൽ ഇക്കാരം. പിന്നെ അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അപ്രതീക്ഷിതമായ കുറേ കാര്യങ്ങൾ സംഭവിക്കും. അപ്പോൾ ഇതൊക്കെ കുറച്ച് കാര്യങ്ങൾ, അത് മാത്രമൊന്നുമല്ല, ലൈഫിൽ പിന്നെ ഒരു പുതിയ ഒരാളുമായിട്ട് ജീവിക്കുന്ന സമയത്ത് എന്താണ് വിവാഹ ബന്ധങ്ങൾ, ശാരീരിക ബന്ധങ്ങൾ, അതുപോലെ മാനസിക ബന്ധങ്ങൾ, പൊരുത്തം, കുടുംബജീവിതം, ഇതൊക്കെ പ്രശ്നം തന്നെയാണ്. പിന്നെ ഫാമിലി, എന്താണ് ഫിനാൻഷ്യൽ, എന്താണ് പ്ലാനിങ്, പിന്നെ ഫാമിലി പ്ലാനിങ്, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ കൃത്യമായി ഒരു അവബോധം കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഓരോ കാര്യങ്ങളുണ്ട്, എന്തൊക്കെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. ഓക്കെ, ഓക്കെ അല്ലേ? സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, ഓക്കെ. പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, അണ്ടർസ്റ്റാൻഡിങ് ദി ബേസിക്സ് ബിഫോർ മാരേജ്. അതാണ് കേട്ടോ പ്രധാനമായിട്ടും. അണ്ടർസ്റ്റാൻഡിങ് ദി ബേസിക് ബിഫോർ മാരേജ്, കല്യാണത്തിന് മുമ്പ് വിവാഹവുമായി ബന്ധപ്പെട്ട വളരെ ബേസിക് ആയ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ, എന്താണ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്? ഓക്കെ, pre-marital counseling or therapy helps partners have a healthier marriage by setting realistic expectation, improving their communication and working on conflict resolution. This conversation prepare partners for when problems emerge down the road. അല്ലേ? അതായത് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു തെറാപ്പിയാണ്, അല്ലെങ്കിൽ അതൊരു ഒരു ഒരു എന്താണ്, പിന്നെ ഒരു തെറാപ്പിയാണ്. എന്താണ് ചെയ്യുന്നത്? പാർട്ട്നേഴ്സിന് ഒരു ഹെൽത്തിയർ മാരേജ്, ഒരു ആരോഗ്യകരമായ ഒരു വിവാഹ ജീവിതം നൽകുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു 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 കോഴ്സാണ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, പിന്നെ തെറാപ്പിയാണ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെയാണത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ സെറ്റിംഗ് എ റിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ്, അത് കൃത്യമായ പിന്നെ സാഹചര്യങ്ങൾ വിവരിച്ചു കൊടുത്തുകൊണ്ട്, കുടുംബത്തിന് ശേഷം എന്തൊക്കെ കുടുംബജീവിതം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, നോർമലി സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ചെയ്യുന്നതാണ്. മാത്രമല്ല ഇംപ്രൂവിങ് ദെയർ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ മുമ്പും പലപ്പോഴും പറഞ്ഞിരുന്നതാണ്, കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറയുന്ന വലിയൊരു പ്രോസസ്സ് കുടുംബങ്ങളിൽ നടക്കേണ്ടതുണ്ടെന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിരുന്നു. അപ്പം ഇതും കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും, അതോടൊപ്പം തന്നെ വർക്കിംഗ് ഓൺ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെങ്ങനെ എന്താണ് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതൊക്കെയാണ് പ്രധാനമായിട്ടും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദീസ് കോൺവെർസേഷൻ പ്രിപ്പയർ പാർട്ട്നേഴ്സ് ഫോർ വെൻ പ്രോബ്ലം എമർജ് ഡൗൺ ദ റോഡ്. അപ്പോൾ പ്രശ്നങ്ങൾ സംഭവിക്കുന്ന സമയത്ത് അവർക്ക് ഈ കോഴ്സ് കൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് കൊണ്ട്, കോഴ്സ് കൊണ്ട് അവർക്ക് അതിനെ കൈകാര്യം ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുന്നതാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ
വാട്ട് ഇസ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്? കാണുന്നുണ്ടല്ലോ. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഗൈഡൻസ് ഓർ തെറാപ്പി ഫോർ കപ്പിൾസ് ബിഫോർ മാരേജ്. കല്യാണത്തിന് മുമ്പുള്ള തെറാപ്പിയാണ്. ഹെൽപ്സ് കപ്പിൾ അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതേഴ്സ് തോട്ട്സ്. രണ്ടു പേർക്കും പരസ്പരം രണ്ടുപേരുടെയും ചിന്തകൾ, അതുപോലെ ഹാബിറ്റ്, രണ്ടുപേരുടെയും ലക്ഷ്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കും. ഓക്കെ. എയിംസ് ടു ബിൽഡ് എ സ്ട്രോങ്, ലവിങ് ആൻഡ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ്. ഇതിൻ്റെ ഉദ്ദേശം ഒരു സ്ട്രോങ് ആയ, ദൃഢമായ, അതോടൊപ്പം തന്നെ വളരെ സ്നേഹമുള്ള ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ്, ദീർഘകാലം നിലനിൽക്കുന്ന റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇപ്പോഴൊക്കെ നടക്കുന്ന പിന്നെ കോഴ്സുകളുടെ രീതി എന്നൊക്കെ പറയുന്നത് രണ്ടു പേർക്കും സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു സെപ്പറേറ്റ് കൊടുക്കുന്ന കോഴ്സുകളുണ്ട്. ഇപ്പോൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും നടക്കുന്നത് വിവാഹം ഒരു 18 വയസ്സായ അല്ലെങ്കിൽ 17 വയസ്സൊക്കെ ആകുമ്പോഴേക്കും, അല്ലെങ്കിൽ 18 വയസ്സൊക്കെ ആകുമ്പോഴേക്കും പെൺകുട്ടികൾക്കും ഒരു 20-ന് മുകളിലുള്ള ആൺകുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് അവർക്ക് നല്ല ഈ ഒരു കോഴ്സ്, 3 മാസത്തെ കോഴ്സ് അല്ലെങ്കിൽ 15 ദിവസത്തെ ക്ലാസ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു കോഴ്സ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത് പലപ്പോഴും. അപ്പോൾ അതൊരു സർട്ടിഫൈഡ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവർക്കത് വിവാഹം രജിസ്റ്റർ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ എന്താവും നിർബന്ധമായിട്ട് മാറും. ഓക്കെ. അപ്പോൾ പ്രധാനമായിട്ട് തന്നെയാണ് ഇവർക്കിടയിൽ ഭാവിയിൽ ഉണ്ടാകേണ്ട നല്ല ബന്ധം, നല്ല കുടുംബജീവിതം, നല്ല ഫാമിലി പ്ലാനിങ്. അപ്പോൾ ഇപ്പോൾ പലപ്പോഴും കൗൺസിലിങ്ങിന് വരുന്ന കേസുകളിൽ പെൺകുട്ടികൾ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ ഉടനെയൊക്കെ പലരുടെയും പല പ്രശ്നങ്ങളും പറയാറുണ്ട്. ഒന്ന്, സ്ത്രീകൾ പൊതുവെ പുരുഷന്മാരെക്കുറിച്ച് പറയുന്ന ഒരു പ്രശ്നം ഞാൻ പറയാം. ഒന്നല്ല, കുറച്ച് പ്രശ്നങ്ങൾ പറയാം. ഒന്ന് കൃത്യമായി ജോലി ചെയ്യുന്നില്ല, ജോലിക്ക് പോകുന്നില്ല, ഒന്നാമത്തെ പ്രശ്നം പറയും. രണ്ടാമത്തത്, പലപ്പോഴും മൊബൈൽ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലാണ് കൂടുതൽ താല്പര്യം. കുടുംബം വേണ്ട രീതിയിൽ ഫാമിലി ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടില്ല. മൂന്നാമത്തത്, പലപ്പോഴും വിവാഹത്തിന് മുമ്പ് പറഞ്ഞ പല സംഭവങ്ങളും വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞ കാര്യങ്ങളായിരിക്കാം. ഇല്ലാത്ത ക്വാളിഫിക്കേഷനും ഇല്ലാത്ത കഥകളൊക്കെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക. അപ്പോൾ മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥാപനത്തിലേക്ക് വന്നു. എന്നിട്ട് ആ സ്ഥാപനത്തെ പരിചയമുള്ള ആളാണ്. ചോദിച്ചു, ഇതിൻ്റെ ഷെയർ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ്, കുറച്ച് അറിയപ്പെടുന്ന സ്ഥാപനമാണ്. അപ്പോൾ പറഞ്ഞു, ഇല്ല, ഷെയർ കൊടുക്കുന്നില്ല, ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഓൾറെഡി ഉണ്ട്, ഷെയർ ഞങ്ങൾ വിൽക്കുന്നില്ല. എങ്കിലും അതിൽ ചെറിയൊരു എമൗണ്ടിൻ്റെ ഷെയർ ഞാൻ തന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചു. അപ്പോൾ 1 ലക്ഷം രൂപയുടെ മറ്റോ എന്തോ ഒരു ഷെയർ. അപ്പോൾ പറഞ്ഞു, ഇപ്പം ഷെയർ ആവശ്യമില്ല, എങ്കിലും വേണമെങ്കിൽ ഞങ്ങൾ പരിഗണിക്കാം. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, കൊടുത്തു. ആ ഒരു ഷെയർ സ്വീകരിച്ചതിന് ശേഷമാണ് മനസ്സിലാകുന്നത് അദ്ദേഹം ഷെയർ അതിൽ കൂടിയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനായിരിക്കും, പെണ്ണെട്ടാനാണ്. കാരണം ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ മുതലാളിയാണ് എന്ന് പറഞ്ഞാൽ, എൻ്റെ സ്ഥാപനമാണ്, ഞങ്ങളുടെ സ്ഥാപനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന് വലിയൊരു മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ 1 ലക്ഷം കൊണ്ട് അദ്ദേഹം നേടിയ വലിയൊരു മാർക്കറ്റിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ വിവാഹം എന്ന് പറയുന്നത്. വിവാഹം കഴിഞ്ഞോട് കൂടിയിട്ടാണ് വലിയ എമൗണ്ട്, അത്യാവശ്യം കുറച്ച് മുതൽ മുടക്കുള്ള സ്ഥാപനമാണ്. അപ്പോൾ അതിൽ 3 ആളുകളായിരുന്നു ഷെയർ ഹോൾഡേഴ്സായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഇദ്ദേഹം കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു 1 ലക്ഷം കൊടുത്തിട്ട് ഷെയർ കൂടി. അപ്പം അത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, കല്യാണം കഴിയലോട് കൂടിയിട്ട് അതൊക്കെ കാര്യങ്ങളൊക്കെ പുറത്തായി. അത് ഡിവോഴ്സിലേക്കൊന്നും എത്തിയില്ല, എങ്കിലും ഇതൊരു വലിയൊരു വിഷയമൊക്കെ ആയി മാറിയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പം ഇതിനു മുമ്പ് പറഞ്ഞ പല കാര്യങ്ങളും ആയിരിക്കില്ല പിന്നീട് ഉണ്ടാകുക. അപ്പോൾ അതൊക്കെ സാധാരണ രീതിയിൽ സംഭവിക്കുന്നതാണ്. എങ്കിൽ പോലും ഇത്തരം ഈ ഒരു പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിൽ എന്തൊക്കെ പങ്കെടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാതിരിക്കാനൊക്കെ ഒരു പ്രചോദനമാണ്. ഓക്കെ. ഓരോന്നോരോ പറയാം നമുക്ക്. അപ്പം ഏറ്റവും നല്ല രീതിയിൽ ഒരു മനോഹരമായൊരു കുടുംബജീവിതം ഭാവിയിൽ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു കോഴ്സാണ്. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ഓഫ് പ്രീമാരിറ്റൽ കൗൺസിലിംഗ്? ഒന്ന്, ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പാർട്ട്നേഴ്സ്. 2 പേർക്കിടയിൽ നല്ല കമ്മ്യൂണിക്കേഷൻ നടക്കും, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ വിവാഹത്തിന് മുമ്പ് ഒന്നാമത് 2 പേർക്കും പരസ്പരം സംസാരിക്കാൻ പറ്റും, കൃത്യമായിട്ട് കാര്യങ്ങൾ സംസാരിക്കും. ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ ഈ നാട്ടിലൊക്കെ ഒക്കെ വളരെയധികം ഉള്ളൊരു പ്രശ്നമാണ്, ഇപ്പോൾ കണ്ടുവരുന്നൊരു പ്രശ്നം. കൂടുതൽ മുമ്പുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ വളരെ കൂടുതലാണ്. വിവാഹം ഉറപ്പിക്കും, മിഠായി കൊടുക്കൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമൊക്കെ നടക്കും. അതിനും ഉപരി മനസ്സമ്മതം നടക്കും, അല്ലെങ്കിൽ വിവാഹം ഉറപ്പിക്കൽ നടക്കും.
അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആരെങ്കിലും ഒരാൾ മറ്റാരുടെയും കൂടെ പിന്നെ ബന്ധമുണ്ട് എന്നുള്ളത് പുറത്തറിയും, വിവാഹം മുടങ്ങും. ഇതിപ്പോൾ കണ്ടിന്യൂസ് ആയി പല സ്ഥലങ്ങളിലും തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് അല്ലേ? എത്രയോ ആളുകൾ പരിചയമുള്ള നമ്മുടെയായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ പലർക്കും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉറപ്പിച്ച കല്യാണം മുടങ്ങിപ്പോവുക. അതിൻ്റെ കാരണം അവർക്ക് ആരെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടാകും. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് കുറച്ച് കൂടുതലായിട്ട് ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് കാണുന്നുണ്ട്. ഓക്കെ, റെഡിയല്ലേ? എന്താണ് ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ കിട്ടാതിരിക്കുന്ന ഒരു പ്രവണത ഇന്ന് കേരളത്തിൽ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ ആ ഉം, ഉം, ഉം. പെൺകുട്ടികൾ അതെ അതെ. അതെ. നല്ലൊരു ശതമാനം പെൺകുട്ടികൾ ഇപ്പോൾ അങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഉം, 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 ഉം. യെസ്. ഇത് അത് തന്നെയാണ് പ്രധാനമായിട്ടും. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് വെറുതെ കുട്ടികളോട് ചോദിക്കാറുണ്ട്, പെൺകുട്ടികളോട്, നിങ്ങൾക്ക് പിന്നെ ഇപ്പോൾ ഞാൻ ഈ അടുത്തൊരു ദിവസം ഒരു ക്ലാസ്സിന് പോയ സമയത്ത് ഏകദേശം ഒരു 18-19 വയസ്സുള്ള കുട്ടികളൊക്കെ തന്നെയാണ്. കല്യാണം കഴിഞ്ഞ ഒന്ന് രണ്ട് ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു, എന്താണ് നിങ്ങളുടെ ഒരു 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 മാരേജ് പ്രതീക്ഷകൾ അല്ലെങ്കിൽ പ്ലാൻ എന്താണ് എന്ന് ചോദിച്ചാൽ കുറേ കുട്ടികൾ പറഞ്ഞത്, ഇപ്പോൾ ഏതായാലും കല്യാണം കഴിക്കണ്ട എന്നുള്ളതാണ് തീരുമാനം. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മാറും, പക്ഷെ ഇപ്പോഴും എന്താണ് ഞങ്ങളുടെ തീരുമാനം, വിവാഹം കഴിക്കണ്ട എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കുറച്ചൊരു ഫിനാൻഷ്യലി ഒരു ബാക്കപ്പ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് അങ്ങ് ജീവിച്ചാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു ട്രെൻഡിങ് കുറച്ച് കഴിയുമ്പോൾ ഒക്കെ മാറുമായിരിക്കും. പിന്നെ പല പിന്നെ എന്താണ് ഡെവലപ്ഡ് കൺട്രീസിലും ഇത്തരം ചിന്തകൾ കുറച്ച് മുമ്പേ വന്നിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറിയിട്ടൊരു കുടുംബജീവിതം, ഒരു കുടുംബ ലൈഫാണ്, ഫാമിലി ലൈഫാണ് നല്ലതെന്നുള്ള രീതിയിലേക്കൊക്കെ പല രാജ്യങ്ങളും ചിന്തിച്ചു തുടങ്ങിയതിൻ്റെ റീസെൻറ്റ് ന്യൂസുകളൊക്കെ ഈ അടുത്തൊക്കെ വന്നിരുന്നു. പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിലൊക്കെ, പ്രധാനമായിട്ടും ഗ്രീസിലൊക്കെ ഇപ്പോൾ അടുത്ത അത്തരം ചർച്ചകൾ സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ട്. പഴയ കുടുംബജീവിതം വരണം, ബന്ധങ്ങൾ വരണം എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ അത്തരം ഒരു പ്രവണതയിലേക്ക് പോയാലും കുറച്ച് കഴിയുമ്പോൾ എന്താവും, തിരിച്ചിങ്ങോട്ടന്നെ വരുന്ന ഒരു രീതിയിലേക്കാണ് ആയിരിക്കും എന്തായാലും. അപ്പോൾ ഇനി എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, പിന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ പരസ്പരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോഴ്സാണ് അതാണ് കൊടുക്കേണ്ടത്. കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ഉണ്ടാക്കാമെന്നും ഒരു പ്രശ്നം വരുന്ന സമയത്ത് എങ്ങനെ അതിനെ മാന്യമായി, അല്ലെങ്കിൽ മറ്റ് ഓപ്പോസിറ്റ് ജെൻഡറിന് പിന്നെ മാനസികമായി വേദനിപ്പിക്കാതെ എങ്ങനെ അതിനെ റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ ഈ കോഴ്സ് പിന്നെ അറ്റൻഡ് ചെയ്യുന്നവരും കോഴ്സ് കൊടുക്കാൻ പോകുന്നവരും നമ്മളാണെങ്കിൽ ആരാണെങ്കിലും കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടായിരിക്കണം പോകേണ്ടത്. പ്രത്യേകിച്ച് കോഴ്സ് കൊടുക്കാൻ പോകുന്ന ആളുകൾ പരമാവധി വിവാഹിതരായ ആളുകൾ പോകുന്നതായിരിക്കും ഒന്നുകൂടി നന്നാവുക. ഓക്കെ, അത് അല്ലാത്തവർക്ക് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. കുറച്ചും കൂടി വിവാഹിതരായവർ പോകുമ്പോൾ കുറച്ചും കൂടി എന്തായിരിക്കും, എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും അല്ലേ? എക്സ്പീരിയൻസ് വളരെ വലിയ ഘടകമാണ്. കാരണം ഒരാൾക്ക് ഒരു കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിൽ കാണുമ്പോഴാണ് അതിനെ കൃത്യമായിട്ട് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുക. അല്ലാത്തത് ചിലപ്പോൾ ഒരു പക്ഷേ വായിച്ച് പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ കേട്ട് പറയുന്നതായിരിക്കാം, മറ്റുള്ളവർ പറയുന്ന അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കാം. സൈക്കോളജി പഠിച്ചു കഴിഞ്ഞാലും കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ പക്ഷേ എങ്കിൽ പോലും സ്വന്തം ജീവിതത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന കുറച്ചും കൂടി ഏജ്ഡ് ആയ ആളുകളാണെങ്കിൽ, കുറച്ച് ഏജ് ഉണ്ടെങ്കിൽ കുറച്ചതെന്താവും, കൂടുതൽ ഇഫക്റ്റീവായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എനിവേ ദെൻ ഒന്ന് ഇമ്പ്രൂവ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പാർട്ട്നേഴ്സ്. രണ്ട് പേർക്കും ഇടയിൽ നിന്നുള്ള നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മുമ്പൊക്കെ നമ്മൾ പറഞ്ഞിരുന്നതാണ്. ദെൻ ഹെൽപ്സ് ക്ലാരിഫൈ എക്സ്പെക്റ്റേഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. പ്രതീക്ഷകൾ ഉണ്ടാവും രണ്ടുപേർക്കും. അതോടൊപ്പം തന്നെ വെറും പ്രതീക്ഷകൾ മാത്രമല്ല, നല്ല റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. അതുകൂടി കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന വാക്കിന് വളരെ വലിയ അർത്ഥം കുടുംബജീവിതത്തിലുണ്ട്. ചെറുതൊന്നുമല്ല. അത് ഭർത്താവിന് മാത്രമല്ല, ഭാര്യയ്ക്കും ഉണ്ട്. ഓക്കെ, ഓരോ കാര്യത്തിലും.
അപ്പോൾ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചും അതുപോലെ തന്നെ പിന്നെ പ്രതീക്ഷകളെക്കുറിച്ചും പറഞ്ഞു കൊടുക്കാൻ സഹായിക്കും, മനസ്സിലാക്കാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ ബിൽഡ്സ് ഇമോഷണൽ കണക്ഷൻ ആൻഡ് ട്രസ്റ്റ്. രണ്ടുപേർക്കും ഇടയിൽ ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ കണക്ഷനും വിശ്വാസവും ഉണ്ടാവണം. വിവാഹത്തിന് മുമ്പ് എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ രണ്ടുപേർക്കും കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കഴിക്കുന്നത്. മുമ്പ് മുമ്പ് ആരുമായിട്ടെങ്കിലും ബന്ധങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള റിലേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലായിട്ടാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ പിന്നീട് വിവാഹത്തിന് ശേഷം ഒരു കാരണവശാലും ആ ബന്ധങ്ങളിലേക്ക് പോകരുത്. അത് രണ്ടുപേർക്കും ബുദ്ധിമുട്ടാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് പോലും ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ചർച്ച ചെയ്യാൻ പോലും നിൽക്കരുത്. ഓക്കെ, അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ രണ്ടിലൊരാൾക്കത് വലിയ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവാം. ചിലപ്പോൾ തമാശയായിട്ടായിരിക്കും പറയുന്നത്, പക്ഷെ അത് വലിയ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ അടുത്ത് പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതേ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു കൗൺസിലിംഗ് നടന്നിരുന്നു. ഓക്കെ, അപ്പോൾ അന്ന് ഈ ഭർത്താവിന് മുൻപ് ഉണ്ടായിരുന്ന ഒരു പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല കാര്യമായിട്ട്. പക്ഷേ എങ്കിൽ പോലും വിവാഹത്തിന് ശേഷം ഭാര്യയോട് ആ പ്രണയത്തിൻ്റെ പേരൊക്കെ പറഞ്ഞു. അത് തമാശയൊക്കെ ആയിട്ട് വിട്ടു. പക്ഷേ പലപ്പോഴും ഭാര്യ മനസ്സിൽ ആ വിഷയം കാര്യമായിട്ട് തന്നെ എല്ലാ സമയവും ആലോചിക്കുകയും ഓർക്കുകയും ചെയ്ത് പലപ്പോഴായിട്ടും ഇദ്ദേഹത്തിനെ സംശയിച്ചിരുന്നു. ഓക്കെ, ഒരു ദിവസം ഇയാൾ ഭാര്യയോട് പറഞ്ഞു, ഞാൻ അന്ന് പറഞ്ഞിരുന്ന ഒരു പെൺകുട്ടി ഇല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോഴേക്കും ഭാര്യ പേര് പറഞ്ഞു കൊടുത്തു. ആ കുട്ടിയല്ലേ എന്ന് ചോദിച്ചു. അവൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഭാര്യ പറഞ്ഞു, സന്തോഷമായി. ഓക്കെ, അങ്ങനെ സത്യത്തിൽ അത് അല്ല പറയേണ്ടത്. പക്ഷേ അതത്രത്തോളം അവളുടെ മനസ്സിൽ ആ ഒരു പേര് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി പ്രയാസം ഉണ്ടാക്കുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അത് പിന്നീട് പലപ്പോഴും എന്താകാൻ പാടില്ല, ട്രിഗർ ചെയ്യാൻ പാടില്ല, ആ രീതിയിലേക്ക് വരാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. കാരണം അതൊക്കെ തമാശയായിട്ടായിരിക്കും പലപ്പോഴും ഒരാൾ കാണുന്നത്, പക്ഷേ മറുഭാഗത്തുള്ള ആളുകൾക്ക് അത് ആവണമെന്നില്ല. ഓക്കെ, പിന്നെന്താണ് പറഞ്ഞത്, അതാണ് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവണം. രണ്ടുപേരുടെയും വ്യത്യസ്ത ഇഷ്ടങ്ങൾ ഒരുമിപ്പിച്ച് രണ്ടുപേരുടെയും ഇഷ്ടങ്ങൾ ഒന്നാക്കി മാറ്റുന്നതാണല്ലോ ഒരു വിവാഹം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏറ്റവും ട്രസ്റ്റ്ഫുൾ ആയിരിക്കണം. ഇപ്പോൾ മൊബൈൽ ഫോണൊക്കെ ആണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു വേറൊരു വില്ലൻ എന്ന് പറയുന്നത്. മൊബൈൽ രണ്ടുപേർക്കും ഓപ്പണായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ലോക്ക് സ്ക്രീൻ വെക്കുന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും ലോക്ക് അറിയാനും ഏത് സമയത്തും ലോക്ക് തുറന്നു നോക്കാനും എപ്പോഴും ഒരു ഓപ്പൺ പുസ്തകം പോലെ ആയിരിക്കണം രണ്ടുപേരുടെയും മൊബൈൽ ഫോൺ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മൊബൈൽ ഫോൺ പറയാൻ കാരണം അത്രയും ഉണ്ട്. കാരണം ഒരു മൊബൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോകമാണ്. ഈ ലോകം ഒരാളുടെ കയ്യിൽ, നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ ലോകം മൊബൈലാണ്. അപ്പോൾ ഈ മൊബൈൽ തന്നെയാണ് ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ അത് രണ്ടു പേർക്കും കൃത്യമായിട്ട് ആവശ്യമെങ്കിൽ നോക്കാൻ കഴിയുന്ന രീതിയിൽ അത്രയും ഓപ്പൺ ആയിരിക്കണം. ഓക്കെ, അത് ഓപ്പൺ ആണെങ്കിൽ തന്നെ കുറേയൊക്കെ പ്രശ്നങ്ങൾ തീരും. പിന്നെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് രണ്ടാമതൊരു ഫോണ് അഡീഷണൽ വെച്ചിട്ട് ഒന്ന് ഓപ്പൺ ആക്കിയെന്നത് കൊണ്ട് കാര്യമില്ല. ഓക്കെ, മൂന്നാമത്തത് അപ്പോൾ ആ കേൾക്കാം. എന്താ വരും, അതുണ്ടാവും. അത് മെൻ്റൽ ഡിസോർഡർ വരാതിരിക്കാൻ ഭർത്താവിന് സാധിക്കും. കാരണം ഇത്തരം കാര്യങ്ങൾ പിന്നെ ഡിസ്ക്ലോസ് ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ചിലപ്പോൾ വിവാഹത്തിൻ്റെ ഫസ്റ്റ് നൈറ്റിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഡേയിലൊക്കെ രണ്ടുപേരും നമുക്ക് എല്ലാ കാര്യങ്ങളും ഓപ്പണായി ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ പറയും. സത്യത്തിൽ ചിലത് മറച്ചു വെക്കേണ്ടത് മറച്ചു വെക്കുക തന്നെ വേണം. രഹസ്യമായി പറയാൻ പാടില്ല. ആ അതെ, അത്രേ ഉള്ളൂ. അങ്ങനെ അങ്ങനെ കൈകാര്യം ആ രീതിയിൽ സമീപിക്കുന്നവർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. എങ്കിൽ പോലും പരമാവധി ചില കാര്യങ്ങൾ ആവശ്യമില്ലെങ്കിൽ പിന്നീട് അത് പറഞ്ഞ് വെറുതെ എന്ത് ചെയ്യരുത്, ഒരു മനസ്സിലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ.
ഉള്ളൂവെങ്കിൽ അത് ഓക്കെ, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ആ പരമാവധി ആ രീതിയിൽ പോകുന്നതായിരിക്കും നല്ലത്. കാരണം എന്താ അറിയോ, കുടുംബജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമുക്കൊക്കെ അറിയാലോ, കുറച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പല വിഷയങ്ങളും ഉണ്ടാവും. ആ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്താനായിരിക്കും ശ്രമിക്കുക, എന്തെങ്കിലും കുറ്റം പറയാൻ കഴിയും നമുക്ക്. ഒരു ഭാഗത്ത് കൂടുതൽ സ്കോർ ചെയ്യുമ്പോൾ മറുഭാഗം എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം, ഡിഫെൻഡ് ചെയ്യണമെങ്കിൽ പരമാവധി തപ്പാൻ ശ്രമിക്കും. റീസൈക്ലിംഗ് ബിന്നിൽ നിന്ന് പോയിട്ട് തപ്പുന്നത് പോലെ ഈ ഇതുപോലെ പരമാവധി ഒരു റൂട്ട്, ഒരു കൗസ് കണ്ടെത്താൻ ശ്രമിക്കും. അപ്പൊ അപ്പോൾ അത് പരമാവധി അതുകൊണ്ട് രണ്ടുപേരും ആവശ്യമായി പറയേണ്ടാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, വെറുതെ പറയേണ്ട കേസ് ഉണ്ടാവില്ല. അതെ, സുഹൃത്തുക്കളുമായിട്ട് നിന്ന് തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ, പക്ഷെ അത് എല്ലാ സമയവും അങ്ങനെ ആകണമെന്നില്ല. അതെ, ആ ഒരു അല്ല, അത് എല്ലാവർക്കും ആ ഒരു ഒരുപക്ഷെ ആ ഒരു ഇമോഷണൽ മെച്യൂരിറ്റി ഉണ്ടാവണമെന്നില്ല. ഭൂരിപക്ഷം ആളുകൾക്കും ഒരുപാടുണ്ട്, ഒരുപാട്, വളരെ കൂടുതൽ അതാണ് നമ്മുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതുകൊണ്ട്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ, ഇപ്പൊ ചില കാര്യങ്ങൾ പിന്നെ പറയേണ്ടാത്തത് പറയാതിരിക്കുന്നതും നല്ലതാണ്. എന്നാൽ എന്ന് കരുതി കൂടുതൽ രഹസ്യമായി വെക്കണം എന്നല്ല. അപ്പം അതൊക്കെ ഒരു ആ ഒരു എങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത് ആ രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഓക്കെ, അതിനൊരു പഴഞ്ചൊല്ലുണ്ട്, ഞാനത് മറന്നുപോയി. ഒരു ഇംഗ്ലീഷ് ഒരു പ്രോവർബ് ഉണ്ട്, ഏഹ്, ചില കാര്യങ്ങൾ പറയാതിരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ അഭികാമ്യം എന്നുള്ളത് ഞാൻ മറന്നുപോയി. ഓക്കെ, ഇനി എന്തായാലും ബിൽഡ്സ് ഇമോഷണൽ കണക്ഷൻ ആൻഡ് ട്രസ്റ്റ് പറഞ്ഞു. ഓഫർ ടൂൾസ് ടു സോൾവ് കോൺഫ്ലിക്റ്റ് ഏർലി. അതായത് പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവും, ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടാവും. പിന്നെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ ഉണ്ടാകുന്ന സമയത്ത് ഫാമിലിയിൽ ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു മുൻധാരണ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇങ്ങനെയൊക്കെയാണ് കുടുംബജീവിതം ഉണ്ടാകുന്ന സംഭവിക്കാൻ സാധ്യത. എങ്ങനെ പറയുമ്പോൾ അത് ഒരു കൃത്യമായിട്ട് എന്ത് ചെയ്യും, ഒരു പ്ലാനോട് കൂടിയിട്ട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറയാം, നമുക്ക് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ കാര്യങ്ങളും അവൻ്റെ മദറായിരിക്കും. ചായ കൊടുക്കുന്നത്, ഭക്ഷണം കൊടുക്കുന്നത്, എല്ലാം അലക്കി കൊടുക്കുന്നത്, രാത്രി പാതിരാത്രി വരുമ്പോൾ വാതിൽ തുറന്നു കൊടുക്കുന്നത്, എത്ര നേരം കഴിച്ചു കഴിഞ്ഞാലും സമയം കഴിഞ്ഞാലും പിന്നെ അവന് വേണ്ടിയിട്ട് എഴുന്നേൽക്കുന്നൊക്കെ ആരായിരിക്കും? സ്വാഭാവികമായിട്ടും മദറായിരിക്കും, അമ്മയായിരിക്കും. ഈ അമ്മ പെട്ടെന്നൊരു കല്യാണം കഴിഞ്ഞ് അവൻ എന്തായിരിക്കും ചിന്തിക്കുക? ഇത് നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. അവൻ എന്തായിരിക്കും, ഒരു ആൺകുട്ടി എന്തായിരിക്കും ചിന്തിക്കുക കല്യാണം കഴിയുമ്പോൾ? ഇത്രയും കാലം എനിക്ക് വേണ്ടിയിട്ട് ഉറക്കം ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. അവൻ ചിലപ്പം രാത്രി 11 മണിക്ക് വരുന്ന സമയത്ത് അവൻ അതുവരെ അമ്മയെ എന്ന് വിളിച്ച് വാതിൽ മുട്ടിയിരുന്ന അവൻ എന്ത് ചെയ്യും? അന്ന് അവൻ്റെ ഭാര്യയുടെ പേരായിരിക്കും വിളിക്കുക. പക്ഷേ ഈ അമ്മ അവൻ എന്ത് വിളിക്കും എന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. ഉം. അങ്ങനെ സംഭവിക്കും, അത്ര ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് അങ്ങനെ. അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് എന്താണ്? എന്നെ തന്നെ വിളിക്കണം എന്നാണ്. അവൻ എന്താണ് ആലോചിക്കുക? അമ്മനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്നാണ്. രണ്ടും ചിന്തയിലുള്ള മാറ്റങ്ങളാണ്. സെയിം സിറ്റുവേഷൻ ആയിരുന്നു അല്ലേ? ഉം. ആ, ഉം, ഉം. അതെ, 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 അതെ. അത് പൊതുവെ അങ്ങനെ ഉണ്ട്. എൻ്റെ ഒരു പിന്നെ പരിചയക്കാരൻ, ഒരു സ്ത്രീ ഇപ്പോൾ അടുത്ത് വിളിച്ചിരുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ പിന്നെ അവരെ ഫോൺ വിളിക്കുന്നത്. എന്നെ വിളിച്ചതാണ്. അപ്പം എന്നെ വിളിച്ചിട്ട് അവരെ മകൻ എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പോൾ അവൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്.
പറയുന്നത് കേട്ട് സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇവൻ്റെ ഫാദർ അവരെ ഡിവോഴ്സ് ചെയ്ത് കുറേ വർഷങ്ങൾ അമ്മ തന്നെയാണ് നോക്കിയത്. നന്നായിട്ട് നോക്കിയിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്, നന്നായിട്ട് സ്നേഹിച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ വളരെയധികം സ്നേഹിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ അവൻ്റെ ഒരു നല്ല അധ്വാനിക്കേണ്ട പണിക്ക് പോകേണ്ട പ്രായത്തിൽ പോലും അവർ പണിക്ക് പോയിട്ട് അവനെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. വിവാഹം കഴിച്ചപ്പോൾ ഇപ്പോൾ അടുത്ത് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ വിഷമങ്ങൾ, കല്യാണം കഴിഞ്ഞപ്പോൾ ശേഷം അവൻ്റെ സ്വഭാവം ആകെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ അവൾ മാത്രം മതി, അവളാണ് അതിൻ്റെ പിന്നിൽ, അവൾ എന്തൊക്കെയോ ചെയ്തിട്ട് അവൻ്റെ മനസ്സ് മാറ്റിയെടുത്താണ്. അങ്ങനെ ഫുൾ കഥകൾ. അപ്പം അപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു ഇറങ്ങിപ്പോയിക്കൊള്ളാനൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ മോളടുത്താണ് താമസിക്കുന്നത്, എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല, എനിക്ക് അവനെ വേണം, അവന് അവളാണ് എന്ത് ചെയ്യുന്നത് അവനെ മാറ്റി പിന്നെ ഇങ്ങനെ ആക്കുന്നതെന്ന്. അപ്പം എൻ്റെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കഥ കേട്ടപ്പോൾ, കൗൺസിലിംഗ് ഒന്നുമല്ല, കഥ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കിയത് അമ്മയുടെ ഒരു പൊസസീവ് മൈൻഡാണ്. അത് അവനെ സംബന്ധിച്ചിടത്തോളം അവനും കുറച്ച് ബുദ്ധിമുട്ടാകുന്നുണ്ട്. രാവിലെ ഒരു ചായ കൊടുക്കാൻ 2 പേരും മത്സരിച്ച് ചായ കൊടുക്കുക, അങ്ങനെ ഒരു കഥ ഉണ്ടല്ലോ. നമ്മളൊക്കെ ചിലപ്പോൾ പല പ്രോഗ്രാം പിന്നെ മൂവീസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണുന്നതായിരിക്കും. വൈഫ് രാവിലെ ചായ എടുക്കുമ്പോഴേക്കും അമ്മ എന്ത് ചെയ്യുക, ഓടി ചെന്ന് ചായ കൊടുക്കുക. അത് സംഭവം അവർക്കിടയിൽ ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും. പക്ഷേ മകനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സ്നേഹം നഷ്ടപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും അത് കുറച്ച് ഒന്ന് എന്താണ് മെച്യൂർഡായിട്ട് കൈകാര്യം ചെയ്യേണ്ട കേസുകളാണ്. അപ്പോൾ ഇത്തരം കേസുകൾ പൊതുവേ കുടുംബങ്ങളിൽ വരും. എത്രയോ കേസുകളുണ്ട് ഇത്തരം വിഷയങ്ങൾ. അപ്പോൾ അത് ഒക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിയിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒന്ന് പ്ലാൻഡായിട്ട് ലൈഫ് പിന്നെ കൊണ്ടുപോകാൻ കഴിയും. ഓക്കെ, കാരണം പെട്ടെന്ന് വരുന്നൊരു മാറ്റമാണ് വിവാഹ ജീവിതം എന്ന് പറയുന്നത്. മാത്രമല്ല കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ഒരു കൂട്ടുകുടുംബ സിസ്റ്റം ആണെങ്കിൽ ജ്യേഷ്ഠൻ്റെ മകനുണ്ടാവും, മക്കളുണ്ടാവും, പിന്നെ അനിയൻ്റെ മക്കളുണ്ടാവും, അനിയത്തിയുടെ മക്കൾ എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ഈ കുടുംബത്തിൽ പെട്ടെന്ന് ഒരു കൂട്ടുകുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുന്നത് മറ്റുള്ളവർ കാണുമ്പോൾ അവർക്ക് വലിയ പ്രയാസം ഉണ്ടാവും. അങ്ങനെ ഉണ്ടല്ലോ, പണ്ടാരോ പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ, ചേട്ടാ ഇനി നിങ്ങൾ ഈ വീട്ടിൽ അലുവ കൊണ്ടരുത് എന്ന് പറയുന്നൊരു ഡയലോഗ് കേട്ടിട്ടില്ലേ? അപ്പോൾ അതുപോലെ ഈ കൂട്ടുകുടുംബ സിസ്റ്റം വരുന്ന സമയത്ത് പിന്നെ ഇത്തരം പ്രശ്നങ്ങളുണ്ടാവും. ഈ പ്രശ്നങ്ങൾക്കും റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവർക്ക് ഒരു മുൻധാരണ കൊടുക്കുക എന്നുള്ളതാണ് എല്ലാ കാര്യത്തിലും. ഒരു പ്ലാൻഡ് ആയ ലൈഫ് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ മാത്രമല്ല പിന്നെന്താ പറഞ്ഞാൽ ഓഫർ ടൂൾസ് ടു സോൾവ് കോൺഫ്ലിക്റ്റ് ഏർലി. മുൻപേ പെട്ടെന്ന് തന്നെ കോൺഫ്ലിക്റ്റുകൾ സോൾവ് ചെയ്യാനുള്ള ടൂൾസ് പറഞ്ഞു കൊടുക്കുക. അതോടൊപ്പം തന്നെ റെഡ്യൂസ് ചാൻസസ് ഓഫ് സെപ്പറേഷൻ ഓർ ഡിവോഴ്സ്. പരമാവധി ഡിവോഴ്സിനുള്ള സാധ്യതകൾ കുറയ്ക്കുക. ഓക്കെ, നല്ല ഒരു കൗൺസിലിംഗ് പിന്നെ കോഴ്സ് കിട്ടുമ്പോൾ ഡിവോഴ്സിനുള്ള സാധ്യത വളരെയധികം കുറയും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഡിവോഴ്സിനുള്ള സാധ്യത എപ്പോഴാണ് പലപ്പോഴും ഉണ്ടാകുക, ഒരാൾ തോൽക്കുമ്പോഴാണ് അല്ലേ. 2 പേർ സംസാരിക്കുമ്പോൾ ഒരാൾ തോൽക്കുമ്പോഴാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുക, ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കുക അല്ലേ. തോൽവി അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇപ്പോൾ പിന്നെ ചിലപ്പോൾ ഒരു ആവശ്യമില്ല എന്ന് തോന്നുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യും, 2 പേരും എത്തും. പക്ഷെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല, അത്തരം കേസുകളൊന്നും ആവശ്യം ഉണ്ടാവില്ല. 2 പേർക്കും ആ സമയത്ത് തോന്നുന്ന അല്ലെങ്കിൽ ഒരു തീരുമാനമായിരിക്കും ഈ പിന്നെ ഡിവോഴ്സിലേക്ക് എത്തുന്ന എത്രയോ സംഭവങ്ങളുണ്ട്. എനിക്ക് നമ്മുടെ നാട്ടിൽ തന്നെ സംഭവിച്ചൊരു കേസ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. 2 പേരും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഡിവോഴ്സായി സൈൻ ചെയ്തു, പേപ്പർ ഒപ്പിട്ടു, കൈമാറിയതിന് ശേഷം 2 പേരും വളരെയധികം നിരാശരായി. കാരണം മൊബൈൽ ഫോൺ കയ്യിലുണ്ട്, മുമ്പെടുത്ത ഫോട്ടോസ് വീഡിയോസ് കാണുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഭയങ്കര ഒരു മാനസിക പ്രയാസം. അങ്ങനെ അപ്പോഴേക്കും വേറെ വിവാഹമൊക്കെ കഴിച്ചു, പെൺകുട്ടി വേറെ വിവാഹം കഴിച്ചു, പിന്നെ ആൺകുട്ടി വേറെ വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. പക്ഷേ അവരുടെ രണ്ടാമത്തെ ലൈഫും 2 പേരിൽ നിന്നും വേണ്ട രീതിയിൽ സക്സസ് ആയി പോകുന്നില്ല. കാരണം പഴയ ഓർമ്മകൾ. അപ്പോൾ ചിലപ്പോൾ അത് ആ ഒരു സമയത്തെടുത്ത ഒരു അനാവശ്യമായ തീരുമാനമായി മാറിയേക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ നല്ലൊരു കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ പരമാവധി റെഡ്യൂസ് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. ഇല്ലാതാക്കാൻ എന്നല്ല, ഡിവോഴ്സിൻ്റെ സാധ്യതകൾ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് ഒരു പ്രീമാരിറ്റൽ കൗൺസിലിൻ്റെ ബെനിഫിറ്റുകൾ എന്നൊന്ന് ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഈച്ച് അതർ. 2 പേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വഭാവം മനസ്സിലാക്കാം. ചിലപ്പോൾ ഒരുമിച്ച് കുറച്ച് ക്ലാസ്സൊക്കെ കിട്ടുമ്പോഴേക്കും 2 പേരുടെയും സ്വഭാവം മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ ഭയങ്കര ദേഷ്യം പിടിക്കുന്ന സ്വഭാവമാണ്, കുറ്റപ്പെടുന്ന സ്വഭാവമാണ്, പിന്നെ ഭയങ്കര നെഗറ്റീവ് ക്യാരക്ടറാണ്. ഇതൊക്കെ ചിലപ്പോൾ മനസ്സിലാവും. അപ്പം വേണമെങ്കിൽ ആ സമയത്ത് ഒരു തീരുമാനമൊക്കെ എടുക്കാം, വേണമെങ്കിൽ മുന്നോട്ട് പോവാം,
വേണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് തീർക്കാം, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ അവസാനിപ്പിക്കാം എന്നുള്ള നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ ബെറ്റർ ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് സ്കിൽ, രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിപ്പിക്കും. എന്നിട്ട് ഒരു ഭാഗം പറയുന്നത് മാത്രമാണ് ശരി എന്ന ചിന്താഗതി പൊതുവേ ആണുങ്ങൾക്കും ഉണ്ടാവും, പെണ്ണുങ്ങൾക്കും ഉണ്ടാവും. കുറച്ചും കൂടി കൂടുതൽ ചിലപ്പോൾ ഒരു പക്ഷേ ആണുങ്ങൾക്കായിരിക്കും ഉണ്ടാകുക. അപ്പോൾ അത്തരം ഒരു ചിന്താഗതി മാറ്റിയിട്ട് മറുഭാഗവും ശരിയാണ് എന്ന ചിന്താഗതി കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ 9 എന്ന് എഴുതിയിട്ട് 9ൻ്റെ ഒരു ഭാഗത്ത് ഇരുന്ന ആളോട് 9 വായിക്കാൻ പറഞ്ഞാൽ അയാൾ 9 വായിക്കും. പക്ഷേ മറുഭാഗത്ത് നിന്ന ആൾ അതിന് 6 എന്നായിരിക്കും വായിക്കുക. ഓക്കെ, അപ്പോൾ രണ്ടും ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിൽ എന്താണ് ശരിയാണ്. നമ്മൾ മുമ്പ് കപ്പിൾ കൗൺസിലിങ്ങിൽ അത് ചർച്ച ചെയ്തിരുന്നതാണ്. ഓക്കെ, അപ്പം നന്നായിട്ട് ലിസണിങ്, നല്ല സ്പീക്കിംഗ് സ്കില്ലുകൾ, രണ്ടുപേരും കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും, കിട്ടും. പിന്നെ ഡിസ്കസ് പ്ലാൻ ഫോർ ഫാമിലി, ചിൽഡ്രൻ ആൻഡ് റോൾ. ഒരു കുടുംബജീവിതം വരുന്ന സമയത്ത് ഒരു 30,000 രൂപ ശമ്പളം കിട്ടില്ല, 25,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരാൾ കല്യാണത്തിന് മുമ്പായിരുന്നുവെങ്കിൽ അവൻ അതെന്ത് ചെയ്യും, അതിലൊരു 20,000 രൂപയും മാസാവസാനം ആകുമ്പോഴേക്കും അവൻ്റെ തീരും. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ യാത്ര, സിനിമ, പിന്നെ മറ്റു പെട്രോള്, ഈ കാര്യങ്ങളിലേക്കൊക്കെ മാറ്റും. ഡ്രസ്സ്, മാസാമാസം എടുക്കുന്ന ഡ്രസ്സ്, ഇതിലേക്കൊക്കെ വരുമ്പം ആ പൈസ തീരും. പക്ഷേ ഒരു ഫാമിലി ലൈഫിലേക്ക് വരുമ്പം കൃത്യമായ ഫാമിലി പ്ലാനിങ് ഉണ്ടാവണം. ഇല്ലെങ്കിൽ കുടുംബത്തിൻ്റെ താളം, കൺട്രോൾ നഷ്ടപ്പെട്ടു പോകും, താളം തെറ്റിപ്പോവും. അപ്പോൾ അതിൻ്റെ ഒരു ഫാമിലി പ്ലാനിങ് എന്തൊക്കെയായിരിക്കണം, എങ്ങനെയാണ് ഒരു വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട് വെക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു സ്ഥലം എടുക്കേണ്ട കാര്യത്തിന് എങ്ങനെയാണ് ഒരു പ്ലാനിങ് ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇൻകവും എക്സ്പെൻഡിച്ചറും കൃത്യമായിട്ട് വിലയിരുത്തി അനാവശ്യമായ എക്സ്പെൻഡിച്ചർ എങ്ങനെ റെഗുലേറ്റ് ചെയ്യാം, ഈ കാര്യങ്ങൾ ഞാൻ ഒരുപാട് പിന്നെ വർഷങ്ങൾക്ക് ശേഷം കല്യാണമൊക്കെ കഴിച്ച്, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 8 വർഷമോ മറ്റോ ആയി. അപ്പോൾ 2-3 വർഷം മുമ്പ് ഞാനൊരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഒരു ക്ലാസ് കേട്ടു. ഒരു ബോറിംഗ് ആയിരുന്നു ക്ലാസ് സ്റ്റാർട്ടിങ്ങിൽ. പക്ഷേ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ക്ലാസ് എനിക്ക് കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചു, ഇതൊക്കെ ഞാൻ കുറേ മുമ്പ് കേൾക്കണമായിരുന്നു. അപ്പോൾ എങ്ങനെ ഒരു ദിവസം വരുന്ന ചിലവ്, ഒരു മാസത്തിൽ ഒരാൾക്ക് വരുന്ന നോർമൽ ചിലവുകൾ, അതിൻ്റെ കൂടെ പിന്നെ വരവ്, ഇതിന് രണ്ടിനെ എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്ന കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലുള്ളത്. അപ്പോൾ അത് അനാവശ്യമായി വരുന്ന ചിലവുകൾ റെഗുലേറ്റ് ചെയ്യാനും രണ്ടും കൂടി ഒന്ന് പിന്നെ കൃത്യമായിട്ടൊരു ടാലിയാക്കി കൊണ്ടുപോകാനൊക്കെ ഈ പിന്നെ ഫിനാൻഷ്യൽ പ്ലാനിങ് പറഞ്ഞു കൊടുക്കലോടുകൂടി സാധിക്കും. ഓക്കെ, പിന്നെന്താ പറഞ്ഞത്, ചിൽഡ്രൻ, കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലേ, ഫാമിലി ലൈഫിൽ മക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അവർക്ക് പിന്നെ അവരുടെ പഠനം അല്ലേ, അവരുടെ പിന്നെ മറ്റു ചിലവുകൾ, പഠനം, ഇതൊക്കെ വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇത് ഒരു ഫിനാൻഷ്യലി താളം തെറ്റിപ്പോകുന്ന എത്രയോ ആളുകളുണ്ട്. അപ്പോൾ നല്ലൊരു പ്ലാനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഏറെക്കുറെ റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും. പിന്നെ എന്താ പറഞ്ഞത്, പിന്നെ എന്താണ്, ഹെൽത്ത് പ്ലാൻ, ഫിനാൻസ് ടുഗദർ, രണ്ടുപേർക്കും ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് കൊടുക്കണം, രണ്ടുപേർക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ഒക്കെ കുറച്ച് കൂടുതൽ എന്താണ് പിന്നെ ഈ ബ്യൂട്ടി കോൺഷ്യസ് ഉള്ളവരായിരിക്കും പൊതുവെ സ്ത്രീകൾ. ഇപ്പോഴത്തെ ട്രെൻഡിങ് ഒക്കെ അനുസരിച്ചത് കുറച്ച് ആണോ, എല്ലാവർക്കും ഉണ്ടോ പ്രശ്നം? ഹലോ, കേൾക്കുന്നുണ്ടോ? ഇപ്പോഴുണ്ടോ പ്രശ്നം? ഇപ്പോൾ പറഞ്ഞാൽ കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഓക്കെ. ഇപ്പോൾ ഈ കോസ്മെറ്റിക്സിൻ്റെ ഒക്കെ നല്ല ചിലവ് വരുന്നുണ്ട് പലർക്കും. അപ്പോൾ കിട്ടുന്ന ശമ്പളം പലതിനും തികയാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഒരു തുടക്കം മുതൽ തന്നെ ഒന്ന് കൃത്യമായിട്ട് കൊണ്ടുപോകാൻ കഴിയും. ഓക്കെ, അവോയ്ഡ് ഫ്യൂച്ചർ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സ്ട്രെസ്സ്, ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള തെറ്റിദ്ധാരണകൾ, സ്ട്രെസ്സുകളൊക്കെ കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ, പിന്നെന്താണ്, എങ്ങനെയൊക്കെയാണ് ഇത് വർക്ക് ചെയ്യുക? ഒന്ന്, ടിപ്പിക്കലി ഇൻക്ലൂഡ്സ് 3 to 6 കൗൺസിലിംഗ് സെഷൻസ്. സാധാരണ രീതിയിൽ 2 അല്ല ഒരു 3 മുതൽ 6 വരെയുള്ള കൗൺസിലിംഗ് സെഷനുകൾ കൊടുക്കാറുണ്ട്. പിന്നെ ആരാ കൊടുക്കേണ്ടത്? കണ്ടക്റ്റഡ് ബൈ എ ട്രെയിൻഡ് കൗൺസിലർ ഓർ തെറാപ്പിസ്റ്റ്. നല്ല ട്രെയിൻഡ് ആയ ഒരു കൗൺസിലറാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റാണ് കൊടുക്കേണ്ടത്. സെഷൻസ് മേ ഇൻക്ലൂഡ്, എന്തൊക്കെയാണ് ആ സെഷനിൽ ഉൾപ്പെടുത്താൻ? ആ, ഒരു സെക്കൻഡ്. 2 സിമ്മും മാറി മാറി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പം എന്താ സ്ഥിതി? ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ.
സമയം അവസാനിക്കാനായിട്ട്. അല്ലെങ്കിൽ ഇൻ കേസ് പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് വായിച്ചാൽ മതി. ഒന്ന്, പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഷെയറിംഗ്. ഒന്ന്, സെഷൻസ് മേ ഇൻക്ലൂഡ്. എന്തൊക്കെയാണ് ഒരു സെഷനിൽ ഉൾപ്പെടുത്തേണ്ടത്? ഒന്ന്, പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഷെയറിംഗ്, വാല്യൂസ് ആൻഡ് ബിലീഫ്സ് ഡിസ്കഷൻസ്, ഗോൾ സെറ്റിംഗ് ഫോർ ഫ്യൂച്ചർ ലൈഫ്, പ്രോബ്ലം സോൾവിംഗ് എക്സസൈസ്, പിന്നെ കോമ്പറ്റബിലിറ്റി ആൻഡ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഓക്കെ, എന്തൊക്കെയാണ്? ഒന്ന് പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഷെയറിങ്. ഓരോ വ്യക്തിയുടെയും ബാക്ക്ഗ്രൗണ്ട് ഷെയർ ചെയ്യണം, അല്ലേ? ഷെയർ ചെയ്യിപ്പിക്കണം. എല്ലാ കാര്യങ്ങളും എന്നല്ല പറയുന്നത്, രഹസ്യങ്ങൾ എന്നല്ല പറയുന്നത്, എങ്കിൽ പോലും ഒരു ബേസിക് ആയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ. വാല്യൂസ് ആൻഡ് ബിലീഫ് ഡിസ്കഷൻ. ഒരു ഫാമിലി ലൈഫിൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ വാല്യൂസ്, അല്ലെങ്കിൽ കുടുംബജീവിതത്തിൻ്റെ വാല്യൂസ്, പേഴ്സണാലിറ്റിയുടെ വാല്യൂസ്, അതുപോലെ ബിലീഫ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. മൂന്നാമത്തത്, ഗോൾ സെറ്റിംഗ് ഫോർ ഫ്യൂച്ചർ ലൈഫ്. ഭാവി ജീവിതത്തിലൊരു നല്ല ഗോൾ കൊടുക്കണം, ലക്ഷ്യങ്ങൾ കൊടുക്കണം, അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് കൊടുക്കണം. പിന്നെ പ്രോബ്ലം സോൾവിങ് എക്സസൈസ്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കോൺഫ്ലിക്റ്റുകൾ റെസൊല്യൂഷൻ ചെയ്യാൻ അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, പല എക്സസൈസുകളുണ്ട്. മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് ഒരു എക്സസൈസാണ്. അതുപോലെയുള്ള ഓരോ എക്സസൈസുകൾ ഉണ്ടാവും. പിന്നെ അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക, പറഞ്ഞു കൊടുക്കുക. പിന്നെ കോമ്പറ്റബിലിറ്റി ആൻഡ് റെസ്പോൺസ് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ മത്സരങ്ങൾ, പരസ്പരം ഉണ്ടാകുന്ന മത്സരങ്ങൾ, ഓരോ ജീവിതത്തിൽ വരുന്ന മത്സരങ്ങൾ, അതുപോലെ തന്നെ പേഴ്സണാലിറ്റിയിലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക. പിന്നെ ഇതൊക്കെ ഈ ഒരു കോഴ്സിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ടോപ്പിക്സ് യൂഷ്വലി ഡിസ്കസ്. സാധാരണ രീതിയിൽ സംഭവിക്കുന്ന ഉൾപ്പെടുന്ന ടോപ്പിക്കുകൾ ഈ ഒരു കോഴ്സിൽ എന്തൊക്കെയാണ്? കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ആൻഡ് ഹാബിറ്റ്. രണ്ടുപേർക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല്, കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഇമോഷണൽ കൺട്രോൾ. പ്രശ്നങ്ങളുടെ റെസൊല്യൂഷൻ അല്ലെങ്കിൽ മാനേജ്മെൻറ്റും വൈകാരികമായ ഒരു കൺട്രോൾ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ. ഫിനാൻഷ്യൽ ഡിസ്കഷൻ ആൻഡ് മണി ഹാൻഡ്ലിംഗ്. എന്താണ് ബ്രേക്ക് ആകുന്നുണ്ട് അല്ലേ? എന്താണ് പറ്റിയത്? മനസ്സിലാകുന്നില്ലല്ലോ. ഓക്കെ, ഏതായാലും ഒന്ന് വായിച്ചോളൂ കാര്യമായിട്ട്. ഫിനാൻഷ്യൽ ഡിസ്കഷൻസ് ആൻഡ് മണി ഹാൻഡ്ലിംഗ്, സെക്ഷൽ റിലേഷൻഷിപ്പ് ആൻഡ് എക്സ്പെക്റ്റേഷൻ ഒക്കെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഫാമിലി ഇൻവോൾവ്മെൻറ്റ് ആൻഡ് റിലേഷൻ. ബന്ധമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫാമിലി ഇൻവോൾവ്മെൻറ്റ്, ഇല്ല, ഒരു കുടുംബത്തിലേക്ക് വരുമ്പോൾ എത്രത്തോളം അവരുടെ ലൈഫിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ റിലേഷൻസ് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ പാരൻറ്റിങ് പ്ലാൻ ആൻഡ് ചൈൽഡ് റിലേറ്റഡ് ബിലീഫ്സ്. ഇത്രയും കാര്യങ്ങളാണ് സാധാരണ രീതിയിൽ ഇത്തരം ഈ ടോപ്പിക്കുകളിൽ ഉൾപ്പെടുത്താറുള്ളത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ, അവസാന സമയത്ത് കുറച്ചൊരു വോയിസ് ബ്രേക്ക് ആയി പോയിട്ടുണ്ട്, എങ്കിലും കുഴപ്പമില്ല. കാര്യങ്ങൾ ഞാൻ നോട്ട് ഷെയർ ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെയാണ്. റെഡി അല്ലേ? എന്നാൽ ശരി. എന്നാൽ ഓക്കെ, എല്ലാവരോടും ഗുഡ് നൈറ്റ്.